മോദി ഫാസിസ്റ്റ് സർക്കാരല്ലെന്ന CPIM രഹസ്യരേഖ ഞെട്ടലുണ്ടാക്കുന്നില്ലെന്ന് VD സതീശൻ. വളരെ കാലമായി CPIM-ഉം BJP-യും തമ്മിലുള്ള രഹസ്യം പരസ്യമായെന്നത് മാത്രമാണ് CPIM രഹസ്യരേഖയിലെ വാസ്തവം. മോദി സർക്കാർ ഫാസിസ്റ്റാണെന്നാണ് CPIM ഇന്ത്യ മുന്നണിയും പറയുന്നത്. അതിൽ നിന്ന് വിപരീതമായി CPIM-ന്റെ രഹസ്യരേഖ വരുന്നത് സംഘപരിവാറുമായി പൂർണ്ണമായി സന്ധി ചെയ്തതാണെന്നും സതീശൻ കുറ്റിപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കാരണം കാലങ്ങളായിട്ടുള്ള രഹസ്യബന്ധമാണ് ഇപ്പോൾ അതിലൂടെ പുറത്തായിരിക്കുന്നത്. ഇപ്പോൾ CPM കണ്ടുപിടിച്ചിരിക്കുന്നത് കഴിഞ്ഞ 2 സമ്മേളനങ്ങളിലെയും തീരുമാനങ്ങളെ മറികടന്നുകൊണ്ട് മോദി സർക്കാർ ക്ലാസിക് ഫാസിസ്റ്റുകളും അല്ല, നവ ഫാസിസ്റ്റുകളും അല്ല, അവരാകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ പോയാൽ എന്നുള്ളൊരു പുതിയ കണ്ടുപിടുത്തമാണ് നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഫാസിസവുമായി എല്ലാ കാലത്തും കേരളത്തിലെ CPM സന്ധി ചെയ്തിട്ടുണ്ട്, സംഘപരിവാരമായിട്ട് സന്ധി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്ന ഒരു പുതിയ രേഖ അവതരിപ്പിച്ച് ഈ മോദി സർക്കാരുമായി കൈകോർക്കാനും സംഘപരിവാറുമായി സന്ധി ചെയ്യാനും അവർക്ക് കീഴടങ്ങാനുമുള്ള CPM തീരുമാനത്തിൻ്റെ ഭാഗമാണ്. സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ ആരോഗ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും അപമാനിച്ചു. 14 മണിക്കൂർ വരെ ജോലി ചെയ്താലും ആകെ കിട്ടുന്നത് 7000 രൂപ മാത്രമാണ്. എന്താണ് സർക്കാരിന്റെ മുൻഗണനയെന്നും അദ്ദേഹം ചോദിച്ചു. ഒരു അരാഷ്ട്രീയമല്ല, രാഷ്ട്രീയക്കാരായ ഞങ്ങൾ കൂടി പിന്തുണയ്ക്കുന്ന സമരമാണ്. ഒരു സംഘടനയാണ് നടത്തുന്നത്. ആ സംഘടന നടത്തുന്ന അവിടെ വന്നിരിക്കുന്നവർ മുഴുവൻ ആശാവർക്കർമാരാണ്. ഈ കഴിഞ്ഞ ദിവസം വന്നത് വലിയ ആൾക്കൂട്ടം ഉണ്ടായതും ആശാവർക്കർമാരാണ്. എല്ലാ ജില്ലകളിൽ ചെല്ലുമ്പോൾ, ഞങ്ങളുടെ അടക്കം നിയോജക മണ്ഡലങ്ങളിൽ ചെല്ലുമ്പോഴുള്ള ആശാവർക്കർമാർ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് അവരുടെ വിഷയം. ഞാൻ കേരളം മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്. കേരളത്തിൽ എവിടെ ചെന്നാലും ഏത് പരിപാടിക്ക് ചെന്നാലും ആശാവർക്കർമാർ കൂട്ടം കൂടി നിന്ന് അവർ പരാതി പറയാണ്, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെന്ന് പറയാൻ. ഞങ്ങൾ നിരവധി പ്രാവശ്യം നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 1 മണിക്കൂറോ 2 മണിക്കൂറോ മാത്രം ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വേറെ ജോലി ചെയ്യാൻ പൊക്കോളൂ എന്ന് പറഞ്ഞ് 7000 രൂപ ഓണറേറിയം കൊടുത്ത് തുടങ്ങിയ ആ ജോലി 12ഉം 14ഉം മണിക്കൂർ ജോലി ചെയ്താലും തീരാത്ത ജോലിയായി മാറിയിരിക്കുകയാണ്. അമിതമായ ജോലി ഭാരമാണ് അവരുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ ഓണറേറിയം വർദ്ധിപ്പിക്കില്ല, നുണ പറഞ്ഞ് പ്രചരിപ്പിച്ചു 13,000 രൂപ കൊടുക്കുന്നുണ്ടെന്ന്. 13,000 രൂപ കൊടുക്കുന്നില്ല, ആകെ 8,000 9,000 രൂപ വരെ കിട്ടാം. പക്ഷേ ഇവരുടെ കയ്യിൽ കിട്ടുന്നത് 7,000 രൂപ മാത്രമാണ്. 3 മാസം ഓണറേറിയം അവർക്ക് കൊടുക്കാനുണ്ട്. ഓർഡർ ഇറക്കിയെന്ന് കിട്ടിയിട്ടില്ല ഇതുവരെ പൈസ. അപ്പോൾ അവരുടെ ഇത് വർദ്ധിപ്പിക്കില്ല. എന്നിട്ട് എന്താ കാണിച്ചത് ഈ ഗവൺമെൻറ്? അത് വർദ്ധിപ്പിക്കില്ല എന്ന് മാത്രമല്ല, അവരെ 2 മന്ത്രിമാർ അപമാനിക്കുകയും ചെയ്തു. ധനകാര്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും അവരെ അപമാനിക്കുക കൂടി ചെയ്തു. എന്നിട്ട് ആ 2 മന്ത്രിമാർ കൂടി ഇരുന്ന മന്ത്രിസഭയിലാണ് PSC ചെയർമാൻ്റെയും അതുപോലെ മെമ്പർമാരുടെയും ശമ്പളം ലക്ഷക്കണക്കിന് രൂപയായി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തതും അതിനുശേഷം അവരുടെ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തതും. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഞങ്ങൾ വീണ്ടും ചോദിക്കുന്നു, എന്താണ് ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റി? ഈ പാവങ്ങളുടെ അവരുടെ സങ്കടം കേൾക്കുക എന്നതാണോ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി? അതോ ഈ 20ഓളം വരുന്ന PSC മെമ്പർമാരുടെ ശമ്പളം ലക്ഷക്കണക്കിനായി ഉയർത്തിയത് എന്ത് കാരണത്തിന് പേരില്ല? മന്ത്രിമാർക്ക് കിട്ടുന്നതിൻ്റെ 4 ഇരട്ടിയായി ഇപ്പോൾ ചെയർമാൻ്റെ ശമ്പളം. എന്ത് കാര്യത്തിനാണ് വർദ്ധിപ്പിക്കുന്നത്? 5 പൈസ ഖജനാവിലില്ലാതെ, ജീവനക്കാർക്ക് പണം കൊടുക്കാനില്ലാതെ, സപ്ലൈകോയ്ക്ക് പണം കൊടുക്കാനില്ലാതെ, ക്ഷേമ പരിപാടികൾ നടത്താൻ പൈസയില്ലാതെ, പെൻഷൻ കൊടുക്കാൻ പൈസയില്ലാതെ, ശമ്പളം കൊടുക്കാൻ പൈസയില്ലാതെ, ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെ സർക്കാർ പോകുമ്പോൾ സ്വന്തക്കാർക്ക് ലക്ഷങ്ങൾ കൂട്ടിക്കൊടുക്കുന്ന നടപടിയാണ് ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് സ്വീകരിച്ചത്. പാവങ്ങളുടെ ശബ്ദം കേൾക്കാൻ അവർക്ക് നേരം ഉണ്ടായില്ല. വയനാട് പുനരധിവാസത്തിൽ LDF-ന്റെ സമരത്തിന് UDF പിന്തുണയുണ്ടാകും. ദുരന്തം നടന്ന് 7 മാസമായിട്ടും സ്ഥലം പോലും ഏറ്റെടുത്തിട്ടില്ല. ഇക്കാര്യത്തിൽ പുനരധിവാസത്തിന് ഉപാധികളില്ലാതെ സർക്കാരിന് പിന്തുണ കൊടുത്തതാണ് UDF എന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.